950 വർഷത്തോളം പ്രബോധനം നടത്തിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാനത്തിൽ അള്ളാഹുവിനോട് നടത്തിയിട്ടുള്ളൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 40 ശേഷമുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളത് വായിച്ചിട്ടുണ്ടാവും. ആരുടെ കാര്യത്തിലായിരുന്നു ആ പ്രാർത്ഥന? സ്വന്തം മകൻ്റെ കാര്യത്തിലായിരുന്നു, അല്ലേ? സ്വന്തം മകൻ തിരമാലകൾക്കുള്ളിൽ അകപ്പെട്ട് മുങ്ങിപ്പോകുന്നത് നേർക്കുനേരെ കണ്ട പിതാവ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ച ചോദ്യം എന്താ? എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയതല്ലേ? നിൻ്റെ വാഗ്ദാനം സത്യമല്ലേ? എന്നിട്ട് എന്താ ചോദ്യം? ഇന്നബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ എന്നായിരുന്നു ചോദ്യം. സ്വന്തം മകനെക്കുറിച്ചാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിച്ചത്. എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ? എന്തായിരുന്നു മറുപടി? ഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്നായിരുന്നു. അവൻ നിൻ്റെ കുടുംബക്കാരനല്ല, നിൻ്റെ മകൻ നിൻ്റെ കുടുംബക്കാരനല്ല. എന്തേ കാരണം? ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, സ്വാലിഹല്ലാത്ത പ്രവർത്തനം നടത്തിയവനാണ് അവനെന്ന്. എന്തായിരുന്നു? ഷിർക്കിലും കുഫറിലും അകപ്പെട്ടവനാണ് നിൻ്റെ മകൻ, അതുകൊണ്ട് അവൻ നിൻ്റെ കുടുംബക്കാരനല്ല എന്ന് 950 വർഷത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ എന്ന് പ്രഖ്യാപിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹ് തിരുത്തുകയാണ്. അപ്പോൾ നോക്ക്, ഷിർക്കിൻ്റെ ഗൗരവം എത്രയാണ്. അപ്പോൾ ഈ ഷിർക്കിലേക്കും ഈ കുഫറിലേക്കും സമൂഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിസ്ഡമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഷിർക്കിന് ഫലമുണ്ട് എന്ന് ലോകത്താരാ വാദിച്ചിട്ടുള്ളത്? ഷിർക്കിന് ഫലമുണ്ട് എന്നുള്ളത്, ഷിർക്കിന് ഫലമുണ്ട് എന്ന് ലോകത്ത് വാദിച്ചത് ഷിർക്ക് ചെയ്യുന്നവർ മാത്രമാണ്, മുശ്രിക്കുകൾ മാത്രമാണ് ഷിർക്കിന് ഫലമുണ്ട് എന്ന് വാദിച്ചത്. എന്നാലോ അവർ അത് വാദിച്ചപ്പോഴും അവർ അതിൽ കുറച്ചുകൂടി മിതത്വം പാലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്? ഞങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ അവർ തരുമെന്ന് ഒരിക്കലും അവരെന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞെന്താ? ഹൗലായി ശുഫഔന ഇൻദല്ലാഹ് എന്നാ പറഞ്ഞത്. അള്ളാൻ്റെ അടുക്കൽ ഇവർ നമുക്ക് എന്ത് ചെയ്യും? ശിപാർശ പറയുന്ന പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതല്ലെങ്കിൽ സൂറത്തു സുമർ എടുത്ത് നോക്ക്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാന. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആര്? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടക്കമുള്ള ടീം. എന്നാൽ വിഷ്ഡൻ ടീം, പ്രത്യേകിച്ചും ഫൈസൽ മുസ്ലിയാർ സമൂഹത്തെ പഠിപ്പിച്ചെന്താ? ഷിർക്കിന് ഫലമുണ്ട് എന്ന്. എന്നിട്ട് അത് കേട്ട് അത് സത്യമാണ് എന്ന് ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്താണ് വിഷ്ഡൻ ടീമിൻ്റെ വാദം, എന്താണ് മർക്കസ് ദഅവയുടെ വാദം എന്ന് പറയുന്നിടത്ത് വിഷ്ഡൻ ടീമിൻ്റെ വാദമായി പറയുന്നത് എന്തെന്നാണ്? ഷിർക്കിന് നഫ്ഉണ്ട്, ഫലമുണ്ട്, അസറുണ്ട്. അതാണ് വിഷ്ഡമിൻ്റെ വാദം എന്ന് വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് പറയുന്നത്. എന്നാൽ മർക്കസ് ദഅവ മുജാഹിദുകൾ എന്ത് പറയുന്നു? ഷിർക്കിന് ഫലമില്ല എന്ന് പറയുന്നു. അതൊന്ന് കേട്ടു നോക്കും നിങ്ങൾ. അടുത്തതായിക്കൊണ്ട് വിസ്ഡത്തിന്റെ വാദമായി നമ്മൾ പറഞ്ഞിരുന്നത് ഷിർക്കിന് ഫലമുണ്ട്, അഥവാ നഫ്ഉം അസറും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവരുടെ വാദം ഷിർക്കിന് ഫലമില്ല എന്നതാണ്. അപ്പോൾ ഈ വിസ്ഡൻ ടീം വന്നിട്ട് മുസ്ലിം സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഇപ്പോൾ അത്. എന്ത്? ഷിർക്കിന് ഫലമുണ്ട് എന്ന്. ഖുർആൻ എന്തു പറഞ്ഞു ഷിർക്കിനെ കുറിച്ച്? സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. ഫലമുണ്ട് എന്നാണോ ഫലമില്ല എന്നാണോ എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ? ഇതാ നിനക്കും മുമ്പ് കഴിഞ്ഞു പോയ നിന്റെ പോലുള്ള പ്രവാചകന്മാർക്കും നാം നിർദ്ദേശം നൽകിയ കാര്യം എന്താണ്? ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ അമലൊക്കെ എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ അമലൊക്കെ പൊളിഞ്ഞു പോകും. അങ്ങനെ നഷ്ടകാരികളിൽ നീ പെട്ടുപോകും, നരകാവകാശിയായിത്തീരും
എന്നാണ് ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ളത്, ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്. എന്നാൽ ഇവരെന്താ പറഞ്ഞത്? അല്ല, ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യും? ഫലം ലഭിക്കും. അതുകൊണ്ട് ഈ ദുനിയാവിൽ തന്നെ അയാൾക്ക് അതിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയാറുള്ളതല്ലോ, അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇവർ പഠിപ്പിക്കുന്നത്. സൂറത്തു മായിദയിലെ 72-ാമത്തെ വചനം എടുത്തു നോക്ക് നിങ്ങൾ. അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, ആ പങ്കു ചേർക്കുന്നവൻ്റെ അവസ്ഥ എന്താ? അള്ളാഹു അല്ലാത്തവരെ അവൻ ആരാധിക്കുന്നതിലൂടെ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. സ്വർഗം അവൻ എന്ത് ചെയ്യും? നിഷിദ്ധമാക്കും. സ്വർഗം നിഷിദ്ധമാക്കും. നരകമാണ് അവൻ്റെ സങ്കേതം. ളാലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് യാതൊരു സഹായിയെയും കണ്ടെത്താൻ സാധ്യമല്ല. ഷിർക്ക് ചെയ്യുന്നവൻ പരലോകത്തിലെത്തുമ്പം അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞ് എല്ലാം തകർന്നു തരിപ്പണമായി അവസാനം അവൻ നരകാവകാശിയായി തീരേണ്ടി വരും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ വിഷ്ഡം സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇതിന് ഫലമുണ്ട്. ആ ചോദിക്കുന്ന കാര്യം ദുനിയാവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? കിട്ടും. ഇതാണ് ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ വിഷ്ഡമിലൂടെ മുസ്ലിം ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾ ആരാണ്? ഞങ്ങൾ മുജാഹിദുകളാണ്. അപ്പം ഇത് കൃത്യമായി ഇത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം? അതല്ല നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? ഒന്നും പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു വെച്ച ഷിർക്കൻ വാദത്തെ തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് തിരുത്താതെ അതിനെപ്പറ്റി കാമാമുണ്ടാതെ ഖണ്ഡനം എന്ന പേരിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് പലതും. നീ എടുത്തു നോക്കൂ, ഖുർആൻ എടുത്തു നോക്ക്. ഈ ഷിർക്ക് ചെയ്യുന്നവരുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ, അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പം തന്നെ ഖുർആൻ എന്താ എടുത്തു പറഞ്ഞിട്ടുള്ളത്? ഉപകാരമോ ഉപദ്രവമോ അവർക്ക് ചെയ്യാൻ എന്ത് ചെയ്യൂല? സാധിക്കുകയില്ല എന്നാ. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് എടുത്തു നോക്ക് നിങ്ങൾ. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യളുറുഹും വലാ യൻഫഉഹും. എന്നിട്ട് അവർ വാദിക്കും വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. പടച്ചവന് പുറമെ അവർ ആരാധിച്ചു. ആരാധിച്ചു? ഉപകാരമോ അപകാരമോ ചെയ്യാത്തവരെ. ഈ ആരാധനയിലൂടെ അവർക്ക് ഉപകാരമോ അപകാരമോ ലഭ്യമാവുകയില്ല എന്ന് ഖുർആൻ തീർത്തു പറയുകയാണ്. സൂറത്ത് യൂനുസിലെ തന്നെ 106-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നീ ആരെയും വിളിച്ചു തേടരുത്. മാ ലാ യൻഫഉക വലാ യളുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്തവരെ, നിനക്ക് ഉപദ്രവം വരുത്തി വെക്കാത്തവരെ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ഫഇൻ ഫഅൽത ഫഇന്നക ഇദൽ മിനൽ ളാലിമീൻ, നീ ലാലിമായി തീരുന്നു. അപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആൾ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ ശൈത്താന്മാരെയോ ഒക്കെ വിളിച്ചു തേടുന്ന ആൾക്ക് അവരാരും എന്ത് ചെയ്യൂല? ഉപകാരവും ചെയ്യൂല അപകാരവും ചെയ്യൂല. ഒരു നഫ്ഉം കിട്ടൂല, ഒരസറും ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഇവരുടെ കണ്ടുപിടുത്തം എന്താ? ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരല്ല. അല്ല, ഷിർക്കിന് ഫലമുണ്ട്. ലോകത്ത് മുഅ്മിനീങ്ങളാരും എന്ത് ചെയ്തിട്ടില്ല? ഷിർക്കിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളാരും ഷിർക്കിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. സൂറത്ത് ഫുർഖാനിലെ 55-ാമത്തെ ആയത്ത് എടുത്ത് നോക്ക് നിങ്ങൾ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉഹും വലാ യളുറുഹും വകാനൽ കാഫിറു അലാ റബ്ബിഹി ലഹീറ. അള്ളാഹുവിന് പുറമെ അവർ പലരെയും ആരാധിച്ചു. എന്താണ് ആ ആരാധ്യന്മാരുടെ പ്രത്യേകത? മാ ലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാത്തവരെ, വലാ യളുറുഹും, അവർക്ക് ഉപദ്രവം വരുത്തി വെക്കാത്തവരെ. എന്ന് വെച്ചാൽ ജിന്നുകളെയോ മലക്കുകളെയോ മറ്റുള്ള ശക്തികളെയോ വ്യക്തികളെയോ അവർ ആരാധിച്ചാൽ അതിലൂടെ ഉപകാരമോ അല്ലെങ്കിൽ ഉപദ്രവമോ നേടിയെടുക്കാൻ അവർക്ക് എന്തല്ല? സാധ്യല്ല. ഷിർക്കിനെന്തില്ല? ഫലമില്ല. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? സമൂഹത്തെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തുകൾക്ക് മുഴുവൻ വിരുദ്ധമായി
പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ആണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഷിർക്കിന് ഫലമുണ്ട് എന്ന ഷിർക്കൻ വിശ്വാസം സമൂഹത്തെ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ വിസ്ഡമിലൂടെ സമൂഹത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട സംഭാവനയാണിത്. ഇനി നോക്ക്, 2007 മുതലാണ് ഇവർ പ്രത്യക്ഷത്തിൽ വന്നത്. നമ്മൾ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. 2007 അവരുടെ ഇസ്ലാഹ് മാഗസിനിലൂടെ ഇവരുടെ വാദമായി ഇവരുടെ നേതാവ് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി, തുറക്കൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം അല്ലേ, ഇത് പലപ്പോഴും നമ്മൾ വായിച്ചതാണ്. എന്നിട്ട് അവിടെ പറയുന്നത്, ഞാൻ ഒന്നുകൂടി അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. അയാളുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ, ശബ്ദം കേട്ടു ഇരുട്ടിൽ, ജിന്നായിരിക്കാം ആ ശബ്ദത്തിൻ്റെ ഉടമ എന്ന വിശ്വാസത്തിൽ എന്നെ സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമായ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആരാ അത് പഠിപ്പിച്ചത്? ഇത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതു കൃത്യമായി ഷിർക്കാണ് എന്ന് മുജാഹിദുകളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഫൈസൽ മുസ്ലിയാർ ഇപ്പോഴും സമൂഹത്തെ പഠിപ്പിക്കുന്ന എന്താ? മൂപ്പരുടെ അടുത്ത സംഭാവന അത് 100% എന്താണ്? ശരിയാണ്. അഥവാ ഞാൻ കേൾക്കുന്ന ശബ്ദം ജിന്നിൻ്റേതാണ്, ആ ജിന്നി എന്നെ സഹായിക്കുമെന്ന് നിലച്ച് ജിന്നെ എന്നെ സഹായിക്കണേ, ഒരു വെളിച്ചം നൽകണമേ എന്ന് ഒരാൾ സഹായം തേടിയാൽ അതെന്തല്ലത്രേ? ഷിർക്കല്ല, അത് അഭൗതികമായ തേട്ടമല്ല, അത് 100% ഇസ്ലാമികമാണ് എന്നാണ് ഫൈസൽ മുസ്ലിയാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. കേട്ടു നോക്കൂ. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. ആദ്യം സമൂഹത്തെ പഠിപ്പിച്ച എന്താ? ഷിർക്കിന് ഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു. ഫൈസൽ മുസ്ലിയാരുടെ സംഭാവനകളാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്താണ്? ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല എന്നത് 100% ശരിയാണ്. അതിൽ അഭൗതിക തേട്ടമില്ല. സൂറത്തു ജിന്നിലെ 6-ാമത്തെ വചനം ആവർത്തിച്ചു നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ ഖണ്ഡനം എന്ന് പറഞ്ഞ് നടത്തിയിട്ട് അതിനെക്കുറിച്ചൊരക്ഷരം മുണ്ടിയിട്ടില്ല. ആരുടെ പതിവാണ് വിജനപ്രദേശത്തെത്തിയാൽ ജിന്നു സഹായിക്കുമെന്ന ചിന്തയോടുകൂടി വിശ്വാസത്തോടുകൂടി സഹായം തേടൽ? മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹക. ഒരു സംഘം മനുഷ്യർ ഒരു സംഘം ജിന്നുകളോട് സഹായം തേടി. മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഷിർക്കാണ് എന്ന്. നോക്ക് നിങ്ങൾ, ആ ഷിർക്കായ കാര്യം മുശ്രിക്കുകൾ ചെയ്ത ആ കാര്യം ഇവിടെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതെന്തല്ല? അത് ഷിർക്കല്ല, അതിൽ അഭൗതികമായ തേട്ടമില്ല, ഇസ്ലാമിക വിരുദ്ധമായിട്ടൊന്നുമില്ല, അത് 100% ശരിയാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ വിസ്ഡത്തിൻ്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് ബഹുമാന്യരായ വിസ്ഡത്തിൻ്റെ സഹോദരന്മാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിന് എന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് പറയണം, പ്രവാചകചര്യയിൽ നിന്ന് തെളിവ് പറയണം. ജിന്നിനോട് തേടിയാൽ അത് ഷിർക്കല്ല, അത് അഭൗതികമായ തേട്ടമല്ല എന്നത് ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം.
ഏതാണ് നിങ്ങൾക്ക് പ്രമാണമായി ഉദ്ധരിക്കാനുള്ള ആയത്ത്, ഏതാണ് പ്രമാണമായി ഉദ്ധരിക്കാനുള്ള സുന്നത്ത്? അപ്പോൾ ഫൈസൽ മുസ്ലിയാരെ തിരിച്ചറിയുക, അദ്ദേഹം സമൂഹത്തെ നയിക്കുന്നത് ഒരിക്കലും ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളിലേക്കോ ആദർശങ്ങളിലേക്കോ അല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ആശയാദർശങ്ങളിലേക്കാണ് അയാൾ ക്ഷണിക്കുന്നത്. ഇനി നോക്ക്, പരപ്പനങ്ങാടിയിൽ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു, ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. പക്ഷേ ചില മാറ്റങ്ങൾ ഓന്തിനെ പോലെ ഇങ്ങനെ ചിലപ്പോൾ നിറം മാറി വരികയാണ്. നേരത്തെ ഫൈസൽ പറഞ്ഞത് നിങ്ങൾ കേട്ടു, 100% ശരിയാണ് എന്ന്. പക്ഷേ ഫൈസൽ പരപ്പനങ്ങാടിയിൽ നമ്മൾ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഫൈസൽ മെല്ലൊന്ന് തിരിഞ്ഞു. എന്താ തിരിഞ്ഞത്? അത് വളരെ കൃത്യമായി വ്യക്തമായി അബ്ദുൽ ജബ്ബാർ മൗലവിയെ തള്ളി പറയുന്ന രീതിയിലാണ്. എന്താണ്? അങ്ങനെ ഞങ്ങളാരും ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ലല്ലോ, നമ്മളാരും ഇന്ന് വരെ ജീവിതത്തിൽ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാകുമെന്ന് വിചാരിക്കുക. എന്തേ മലക്കാണെന്ന് വിചാരിക്കാതിരുന്നത്? അടുത്തത് ഫൈസലിൻ്റെ ചോദ്യം. എന്തേ പക്ഷിയാണ്, എന്തേ മൃഗമാണ് എന്നൊന്നും വിചാരിക്കാതിരുന്നത്? അല്ലെങ്കിൽ എന്തേ അത് എനിക്ക് തോന്നിയതാണ് എന്ന് വിചാരിക്കാതിരുന്നത്? എന്തേ ഞാൻ കാണാത്ത ഒരു മനുഷ്യൻ അപ്പുറത്തുണ്ടാകുമെന്ന് എന്താ വിചാരിക്കാത്തതെന്ന് ആലോചിച്ചോക്ക്. ഈ ചോദ്യം ഫൈസൽ പരപ്പനങ്ങാടിയിൽ നമ്മൾ ഇത് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പം ഫൈസൽ മെല്ലെ കളം മാറി ചവിട്ടുക. അങ്ങനെ ശബ്ദം നമ്മളാരും ജിന്നിൻ്റെ കേട്ടിട്ടില്ല. മാത്രമല്ല, എന്നിട്ട് ഈ ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് ജിന്നാണെന്ന് വിചാരിച്ചാൽ അവിടെ വേറെ ചില അസുഖങ്ങളാണെന്നാ. അപ്പോൾ ജബ്ബാർ മൗലവിക്ക് വേറെ ചില അസുഖമായിരുന്നു എന്നാണ് ഇപ്പോൾ ഫൈസൽ പറയുന്നത്. ശബ്ദം കേൾക്കുമ്പോഴേക്കും ജിന്നായിരിക്കുമെന്ന് വിചാരിച്ചാൽ ആ വിചാരത്തിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിരുന്നത്. ആ ട്രീറ്റ്മെൻറ്റാണ് KNM മർക്കസ് ദഅവ നടത്തുന്നത്. കാരണം ആ ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആ നരകക്കുഴിയിലേക്ക് നിങ്ങളും അതോടൊപ്പം നിങ്ങൾ സമൂഹത്തെയും കൊണ്ടുപോവുക. നല്ല കൗമോ സ്വയം പഴച്ചു വേറുള്ളവരെ പഴപ്പിക്കും ചെയ്യുക. അപ്പോഴാണ് ഫൈസലെ, മാലിക്കെ, മൂസ അതൊന്നും ചെയ്യല്ല, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നിങ്ങളെ വിരോധികളായി, ശത്രുക്കളായി, നമ്മൾ ഹദീസ് നിഷേധികളായി നിങ്ങൾ മാറ്റി. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഫൈസൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. മാത്രമല്ല, അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേക്കും എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കില്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നിൽക്കൂല, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ മനസ്സിൻ്റെ ആ തോന്നൽ തന്നെ കാരണമാകും. എമ്പാടും കിട്ടി. 5-6 പ്രോഗ്രാമിലൂടെ ഫൈസലിന് പള്ളർച്ചിട്ടിപ്പം അവസാനത്തെ പ്രോഗ്രാമിൽ ഫൈസൽ ഇല്ല. 2 പ്രോഗ്രാമിൽ മെല്ലെ മുങ്ങിയിട്ട് പറഞ്ഞ എന്താണ്? ജബ്ബാർ മൗലവി എഴുതിയതൊക്കെ എന്താണ്? അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല സാധനമാണ്, അത് അസുഖം വേറെയാണ്. ജബ്ബാർ മൗലവി എഴുതി അതിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ ആ തോന്നൽ നിങ്ങളുടെ തൗഹീദിൽ നിന്ന് നിങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു. 100% ശരിയാണെന്ന് പറഞ്ഞ ഫൈസലിൻ്റെ പ്രസംഗം കേട്ടോളി. നമ്മളാണ് ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. എന്തേ മലക്കാവെന്ന് വിചാരിക്കാത്തത്? എന്തേ ഇത് പക്ഷിയാവെന്ന് വിചാരിക്കാത്തത്? എന്തേ മൃഗമാവെന്ന് വിചാരിക്കാത്തത്? അതെന്തെനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത്? എന്തേ ഞാൻ കാണാത്തൊരു മനുഷ്യനപ്പുറത്തുണ്ടാവും വിചാരിക്കാത്തത്? അവിടെ വേറെ ചില അസുഖങ്ങളാണ്. അത് വേറെ ചില അസുഖങ്ങൾ. ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുന്നു വിചാരിച്ചു എന്ന് പറയാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ജിന്നാവെന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പാടുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിൻ്റെ തോന്നൽ തന്നെ കാരണമായി മാറും. ഇതന്നെയല്ലേ നമ്മളും പറഞ്ഞത്? ആ തോന്നൽ തന്നെ നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി തീരും. ഈ പരിപാടി മക്കാ മുശ്രിക്കുകൾ നടത്തിയിരുന്നതാ. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഹദീസ് നിഷേധികളോ
അല്ലേ? ഇവരാരും മുജാഹിദല്ല, ഞങ്ങൾ മാത്രമാണ് മുജാഹിദ് അറിഞ്ഞ് മാലിക്കും കാരമൂസിയും ഫൈസലും നാട് നീളെ നടക്കുകയാണ്. അപ്പോൾ ഈ ഫൈസലിൻ്റെ ഈ നിറം മാറ്റം വിഷ്ടത്തിൻ്റെ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ചിലപ്പം മൂപ്പരെ തടി സലാമത്താക്കും. നല്ല കൗമഹു സ്വയം പഴിച്ചെടുത്തുനിന്ന് മൂപ്പര് ചിലപ്പം പോകും. പക്ഷെ നിങ്ങൾ വലിയ മഹാനാണ് എന്ന് വിചാരിച്ച് പിന്നാലെ പോയാൽ കുടുങ്ങും, പരലോകം നഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരെ കൃത്യമായി നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ, കൃത്യമായി തിരിച്ചറിഞ്ഞോളൂ. ഇസ്ലാമിൻ്റെ ആശയങ്ങളിലേക്കോ ആദർശങ്ങളിലേക്കോ അല്ല ഇയാൾ ആത്യന്തികമായി സമൂഹത്തെ ക്ഷണിക്കുന്നത്, മറിച്ച് കടുത്ത ശിർക്കിലേക്കും കുഫറിലേക്കുമാണ്. അപ്പം അത് പിടിക്കപ്പെട്ടപ്പം ചെറുതായിട്ടൊന്നും എന്ത് ചെയ്തു, മയപ്പെടുത്തി. ഇനി ഒന്നുകൂടി മയപ്പെടുത്തിയ അയാൾ ഒന്നുകൂടി മയപ്പെടുത്തിയിട്ട് എന്താ പറഞ്ഞറിയോ, ജിന്നുകളേറ്റ് ഇടപഴകാനുള്ള ഒരു മാർഗവും എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ മുമ്പിലില്ലാന്ന്. ആദ്യം എന്താ പറഞ്ഞിനെ, ശബ്ദം കേട്ടപ്പോൾ ജിന്നാണെന്ന് വിചാരിച്ച് വെളിച്ചം തരാമോ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല, അബൗദിക തേട്ടമില്ല. ജബ്ബാർ മൗലവി പറഞ്ഞു 100% പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ ആളിപ്പം പരപ്പനങ്ങാടിയിലെ നമ്മളുടെ ഖണ്ഡനത്തിൻ്റെ ഭാഗമായി അണികളിൽ നിന്ന് സമ്മർദ്ദം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞു, ഒന്നുകൂടി മയപ്പെടുത്തി. എന്താ പറഞ്ഞ അറിയോ, ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാൻ ഒരു അവസരവും ഇല്ല. ജിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇടപെടാൻ ഒരവസരവും. ജീവിതത്തിൽ ഒരു രംഗത്തും അവരുമായി ഇടപെടാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും നമുക്ക് ഒരു ചാൻസും നിശ്ചയിച്ചു തന്നിട്ടില്ല. പറഞ്ഞ് ഇത് സാക്ഷാൽ ഇബ്ലീസിന്റെ പണിയാ അല്ലേ? ഒക്കെ ഇങ്ങനെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുത്തുല്ലേ? അവസാനം ബദർ യുദ്ധ രംഗത്ത് മൂപ്പര് പിന്മാറിയല്ലോ. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് മൂപ്പരും എല്ലാണ്ട് പാലം വലിച്ചു. അതേ രീതിയിലാണ് ഫൈസലിനപ്പോൾ പരപ്പനങ്ങാടി കാണുന്നില്ല. മൂപ്പരെന്താ പറഞ്ഞത്, കൂട്ടരെ ഒരു നിലക്കുള്ള ഇടപാടുകളും ജിന്നുമായി നടത്താൻ ഒരു ചാൻസും നമുക്ക് തന്നിട്ടില്ല. എത്രത്തോളം, സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ. നേരത്തെ എന്താ പറഞ്ഞ്, 2007 ജബ്ബാർ മൗലവി എഴുതിയത് വളരെ ക്ലിയർ, 100% ശരിയാണ് അല്ലേ? ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളപ്പം പറഞ്ഞത് എന്ത്, സഹായം ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും നമുക്ക് ഒരു ചാൻസും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടില്ല. കഴിഞ്ഞില്ലേ, ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് ഈ ജിന്ന് അറിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? ഇനി ഈ ജിന്നിൻ്റെ പിന്നാലെ എന്തിനാണ് നടക്കുന്നത്? അത് രൂപം മാറി വരും അല്ലേ? ഇബ്നു തൈമിയ്യൻ്റെ കോലത്തിൽ വന്നിട്ടുണ്ട്. രാത്രി ഓപ്പറേഷൻ നടത്തും, തല മൊട്ടയടിച്ചു പോകും അല്ലേ? സുന്നത്ത് കഴിക്കും, എന്തൊക്കെ ബെഡ്റൂമിൽ ഒളിച്ചിരിക്കും, ഗർഭം കലക്കും, കല്യാണം മുടക്കും, എന്തൊക്കെയാ സമൂഹത്തെ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഹാലുറായി വന്നാൽ ചോദിക്ക, ഖാദിറാണെങ്കിൽ ചോദിക്ക, ഹൈ ആണെങ്കിൽ ചോദിക്ക. PN 2024 ഓഗസ്റ്റ് 13 നൽകിയിട്ടുള്ള കത്താണ്. ഇപ്പം എന്താ ഫൈസൽ പറഞ്ഞത്, അതൊക്കെ PN എന്തോ കൊടുത്തതാണ്. ജിന്നേറ്റ് ഒരു ഇടപാടും നടത്താൻ, ഒരു സഹായവും ചോദിക്കാൻ ഒരവസരവും ഒരു ചാൻസും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല എന്ന്. ഇത് സാക്ഷാൽ ഫൈസൽ തന്നെയാണോ പ്രസംഗിക്കുന്നത്? അല്ലാഹു അലം. ഒന്ന് കേട്ടു നോക്കി. ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല, അത് എവിടെയുമില്ല. ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. കേട്ടില്ലേ? ഇനി എന്താണ് വിശുദ്ധങ്കാരെ, എന്തിനാ ഇയാളെയും കൊണ്ട് നടക്കണേ നിങ്ങൾ? ഇയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഇയാളെ പിന്നാലെ കൂടേണ്ടോ? വേഗം പിരിച്ചുട്ടാളി, എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നോളൂ. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു ഇടപാട് നടത്താനും ഒരു മാർഗവുമില്ല, അത് ഒരു മാർഗവുമില്ല. പിന്നെങ്ങനെ? പക്ഷേ
നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ചിലപ്പം ഇതിൻ്റെ മുകളിലുള്ള യജമാനന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. മുകളിലുള്ള യജമാനന്മാർ, ആ യജമാനന്മാർ ഇത് ലോകാടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇവരിവിടെ ഈ ടീം പ്രവർത്തിക്കുന്നത്. അതിന് അവർക്ക് ഫണ്ടിങ് ഉണ്ട്, നല്ല ഫണ്ടിങ് ഉണ്ട്. അവരുടെ സ്ഥാപനങ്ങളൊക്കെ എണ്ണി പറയാറുണ്ടല്ലോ അവർ. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഒന്ന് കണക്കെടുത്തിട്ട് അതിൻ്റെ ഫണ്ടിങ് ഒക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി എവിടുന്ന അത് വരുന്നേ. അപ്പം വളരെ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചനയുണ്ട്. അത് കൃത്യമായി അവരെ നിയന്ത്രിക്കും. പക്ഷേ ഫൈസൽ ഇങ്ങനെയൊക്കെ ചിലതാണ് തുറന്നു പറഞ്ഞപ്പോൾ നമ്മൾ ആ ജബ്ബാർ മൗലവിൻ്റെ ലേഖനമൊക്കെ വായിച്ചത് 100% ശരിയാണെന്ന് പറഞ്ഞതൊക്കെ അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട, ജിന്നായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ഒരവസരം ഒരുക്കിയിട്ടില്ല. ശബ്ദം കേട്ടാൽ ഇനി വല്ലതും ചോദിച്ചാൽ അത് അസുഖം വേറെയാണ്, നിങ്ങളെ തൗഹീദാണ്ട് പോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം മറ്റൊരു വിളിച്ചപ്പം വീണ്ടും മൂപ്പര അതിലേക്ക് തന്നെ പോയിട്ട് മൂപ്പരെന്താ പറഞ്ഞ അവസാനത്തിൽ, അഥവാ പക്കാ ശിർക്കൻ വാദം, അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിയാട്ടെ, പുതിയ വാദമാണ്. എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കുക, എന്നിട്ട് റബ്ബല്ലാത്തവരെ ആരാധിക്കുക. റബ്ബ് അള്ളാഹു തന്നെയാണല്ലോ. റബ്ബല്ലാത്തവരെ ആരാധിക്കുക, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ ഉത്തരം ആരും കൊടുക്കും? അള്ളാഹ് കൊടുക്കും. അപ്പം ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതിന് അള്ളാഹ് ഉത്തരം കൊടുക്കും. ആലോചിച്ച് നോക്കൂ, എത്ര അപകടകരമാണ്. കാരണം ഈ കെണിയിൽ പെട്ടുപോയി, അതിനകത്ത് ഊരാൻ കഴിയണില്ല, അതിനകത്ത് പോരുന്നില്ല. ആ ശിർക്കാകുന്ന ആ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. കുറച്ചൊക്കെ അപ്പുറത്ത് പറഞ്ഞു നോക്കി, അങ്ങനെ ഇടപഴകാനൊന്നും ഇല്ലട്ടോ എന്ന്. പക്ഷേ പിന്നെ ജിന്നിനെ വിട്ടിട്ട് ഇപ്പം പടച്ചോൻ്റെ പേരിലാണ് കുതിര കയറൽ. എന്താ? മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് ഒരാൾ വിളിച്ചു തേടിയാൽ അള്ളാഹ് ഉത്തരം കൊടുക്കും അത്ര. CMനോട് ഒരാൾ വിളിച്ചു തേടി രോഗം ശിഫയാക്കി തരണമേന്ന്, അപ്പോൾ അള്ളാഹ് ഉത്തരം കൊടുക്കും. ലാത്തെ ഉസ്സ മനാത്തെ എന്നൊക്കെ വിളിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമാണ് ഈ വാദം. സൂറത്തു ബക്കറയിലെ 186 ആയത്ത് നമുക്കൊക്കെ അറിയില്ലേ? എന്താ അവിടെ ഖുർആൻ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വൈദാ സഅലക, പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, അന്നീ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫൈനി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവരുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം ഞാൻ അറിയും, അവരുടെ കൽബിൽ മറച്ചു വച്ചത് ഞാൻ അറിയും. അല്ലേ? പോരാ, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവൻ്റെ ജീവനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തവനാണ്. അപ്പോൾ അവനെ നിരീക്ഷിച്ച് അവനെ കണ്ട് കേട്ട് ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. നീ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഫൈനി ഖരീബ്. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത്? ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്തദ്ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ബഹുമാന്യരായ വിസ്ഡത്തിൻ്റെ സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. നിങ്ങളെ പണ്ഡിതൻ, നിങ്ങളെ നേതാവ്, ഇപ്പോഴത്തെ നിങ്ങളുടെ താത്വികാചാര്യൻ എന്താ പറഞ്ഞത്? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം കൊടുക്കും. അള്ള പറയുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം നൽകും. ഏതാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളെ പണ്ഡിതൻ പറഞ്ഞത് സ്വീകരിക്കണോ, അതല്ല അള്ള പറഞ്ഞത് സ്വീകരിക്കണോ? ഞങ്ങൾ മുജാഹിദുകൾ, ബഹുമാന്യരായ വിഷ്ണത്തിൻ്റെ സഹോദരന്മാരെ, നിങ്ങളോട് പറയുന്നു അള്ള പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോട് തേടിയാലും ആ ശക്തികൾ ഉത്തരം ചെയ്യൂല, അള്ളാഹുവും എന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യൂല. ഖുർആനിലെ നിരവധി ആയത്തുകൾ. അപ്പോൾ നോക്ക്, സൂറത്തു ബക്കറയിലെ 186 ആയത്തിനെ പാടെ നിഷേധിച്ചു.
എന്നിട്ട് യാതൊരു മടിയില്ലാതെ പറയാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക്, റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും എന്ന്. കേട്ടു നോക്കൂ നിങ്ങൾ ആ പ്രസംഗം ഒന്ന്. അപ്പൊ അള്ളാവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇനി ഇതിലപ്പുറം എന്താ വഴികേട് വേണ്ടത്? അപ്പം ഫൈസൽ മുസ്ലിയാരെയാണ് നമ്മൾ കുറച്ച് തുറന്നു കാണിച്ചത്. വിഷ്ണം സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഇസ്ലാമിക വിരുദ്ധമായ, ഖുർആനിക വിരുദ്ധമായ ആശയങ്ങളിലേക്കും ആദർശങ്ങളിലേക്കുമാണ് ഇദ്ദേഹം നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം ഇയാളെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫൈസൽ ആരാണ് എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ തന്നെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ചെയ്ത സേവനം എന്താ അല്ലേ? MCCൻ്റെ പേരക്കുട്ടിയാണ് എന്നാ ഷിർക്കിന് ഫലമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സ്ക്രീനിലിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇയാളുടെ സേവനം എന്താ? ഫൈസലിൻ്റെ സേവനം ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഊർജം നൽകി, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധവൽക്കരിച്ച് തൗഹീദ് എന്ന ആദർശം പഠിപ്പിച്ച MCC സഹോദരന്മാരുടെ രണ്ടാമത്തെ തലമുറയെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾക്ക് സാധിച്ചു. അങ്ങനല്ലേ? മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴേക്കും സാമിരെടുത്ത പണിയാണ് ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ വിഷ്ണം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇയാളെ തിരിച്ചറിഞ്ഞോളി. ഇയാളിപ്പോൾ 2 പ്രാവശ്യം ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നമുക്കറിയില്ല. ഇവിടെ നാട്ടുമ്പുറത്തൊക്കെ മൂപ്പരുണ്ട്, പക്ഷെ ഇവിടെ പരിപാടിക്ക് ഒന്നും കാണുന്നില്ല. ഇദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനെന്താണ് എന്ന്. ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകാൻ, ഞങ്ങളെ നയിക്കാൻ നിങ്ങൾ ആരോടാണ് അച്ചാരം വാങ്ങിയത് എന്ന് നിങ്ങൾ മാന്യമായിട്ടൊന്ന് അയാളോട് ചോദിക്കുന്നത് നല്ലതാണ്. അയാളുടെ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. നോക്കൂ, ഞാൻ ഇതിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഫൈസൽ മുസ്ലിയാർ കൃത്യമായിട്ട് ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ബോധ്യപ്പെടുത്തി.